ഹായ് നമസ്കാരം. ഓട്ടോഫൈ ലൈഫ് ഒക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഒക്കെ ആയി വരുവാണല്ലോ. അപ്പോൾ നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കാം. നമ്മളൊരു ഓറഞ്ച് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ നിന്ന് ഒരു ഓറഞ്ച് കേക്ക് വാങ്ങിച്ചപ്പോഴത്തേക്ക് ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അന്നേരം യൂട്യൂബിലൊക്കെ നോക്കി അതിൻ്റെ ഒരു രീതിയിൽ നമ്മളൊന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് ഒരു ഓറഞ്ച് കേക്ക് ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി മുട്ടയൊക്കെ നമ്മുടെ മിക്സിയിൽ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് നമ്മളിപ്പോൾ പഞ്ചസാര പൊടിച്ച ജാറ് തന്നെയാണ്, അതാണ് അത് കഴുകാതെ എടുത്തത്. ഒരു 2 മുട്ട പൊടിച്ചൊഴിക്കും. ഒരു കപ്പ് മൈദാപ്പൊടിക്കുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പ് മൈദയാണെങ്കിൽ നമുക്ക് 3/4 കപ്പ് പഞ്ചസാരപ്പൊടിയാണ് വേണ്ടത്. 3/4 കപ്പ് പഞ്ചസാരപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാം. ശകലം ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇനി നമുക്ക് അതിനാവശ്യമുള്ള മൈദ ഒന്ന് അരിച്ചെടുക്കാം. ഒരു കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ആട്ടോ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിച്ചെടുക്കാം. ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ നമ്മൾ മൈദപ്പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത മുട്ടയിലും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് നമ്മൾ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കാം. ഓറഞ്ച് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതോടെ ചേർത്ത് വെച്ചു. ഈ ഒരു ലെവൽ വേണം നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടി. നമ്മുടെ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശകലം ഓയിലൊന്ന് ജസ്റ്റ് തൂത്ത് കൊടുക്കുക. ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കും. അടിവശത്ത് മാത്രം നമ്മൾ ബട്ടർ പേപ്പർ ഇടുന്നുള്ളൂ. ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എയർ ബോൾസ് ഒന്നും ഉണ്ടാകും. ജസ്റ്റ് ഒന്ന് പിന്നെ മേളിൽ ഒരു ശകലം ഡ്യൂട്ടി ഫ്രൂട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ റീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചെമ്പിലാത്തേക്ക് നമ്മളെ കേക്ക് വെച്ച് കൊടുക്കും. ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാവുള്ളൂ. 35 മിനിറ്റിന് മുമ്പ് നമ്മൾ തുറന്ന് നോക്കിയത് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ താന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു 35 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 35 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. വാ, കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെന്തോന്ന് നോക്കിയേക്കാം. വെന്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കേക്ക് എടുക്കാം. നമ്മുടെ കേക്കൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. നമുക്ക് കേക്ക് നമ്മുടെ പാത്രത്തിൽ നിന്ന് മാറ്റാം. ഓറഞ്ച് കേക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓറഞ്ച് കേക്കിൻ്റെ മെയിൻ ആളാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കടയിൽ ഒരു ഓറഞ്ച് കേക്ക് വാങ്ങിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഒറ്റ ദിവസം കഴിച്ചു തീർത്ത പാർട്ടിയാണ്. അപ്പോൾ ആളുടെ മെയിൻ നിർബന്ധത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയത്. അപ്പം നമുക്കിത് ആദ്യം ഒന്ന് മുറിച്ച് നോക്കാം. അപ്പം നമുക്ക് കൊച്ചിനായിട്ട് കഴി കൊടുക്കാം. ഞാനൊന്ന് ടേസ്റ്റ് നോക്കാം. ഓറഞ്ചിന് മണമൊക്കെ കേട്ടോ. ഇത്രയും നല്ല ഫ്ലേവർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മൾ കട നിലം വാങ്ങിക്കുമ്പം ഓറഞ്ചിൻ്റെ എസൻസ് എല്ലാം ചേർത്തിട്ടായിരിക്കുമല്ലോ ഓറഞ്ചിൻ്റെ ഫ്ലേവർ നമുക്ക് നല്ലതുണ്ട്. പക്ഷേ നമ്മൾ അത്യാവശ്യം നല്ല ഓറഞ്ചിൻ്റെ മണവും നല്ല ടേസ്റ്റും ഒക്കെ ഇടുന്നുണ്ട്. അതുപോലെ കടയിൽ നിന്ന് കിട്ടുന്ന അത്രയും ഭയങ്കര ഓറഞ്ചിൻ്റെ ഫ്ലേവറൊന്നും ഇല്ല. അവർ കളറെല്ലാം ചേർത്തൊരു ഓറഞ്ച് കളറും ഒക്കെ ഉണ്ടല്ലോ. അത് നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല. നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നുണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം
കടയിൽ നിന്നൊക്കെ ഓറഞ്ചിൻ്റെ കേക്ക് വാങ്ങിച്ച് എസൻസ് ഉള്ള സാധനം വാങ്ങിച്ച് കഴിക്കാതെ ഓറഞ്ചൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, ഉടനെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റിൽ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.